പശ്ചിമേഷ്യയിലെ തുടർച്ചയായ സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് എണ്ണക്കപ്പൽ ഇന്ത്യയിലെത്തി. മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ടാങ്കർ MT സിമിയാണ് ഗുജറാത്തിലെ കാൻഡയിലുള്ള ദീൻദയാൽ തുറമുഖത്തെത്തിയത്. ഏകദേശം 20,000 ടൺ പാചകവാതകമാണ് കപ്പലിലുള്ളത്. ഖത്തറിലെ റാസ് ലഫാൻ ടെർമിനലിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പൽ മെയ് 13-നാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. യുക്രൈൻ, ഫിലിപ്പൈൻ രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗങ്ങളാണ് കപ്പലിൽ ജീവനക്കാരായുള്ളത്. മറ്റൊരു കപ്പലായ NV സൺഷൈൻ വ്യാഴാഴ്ച കടലിലേക്ക് മുറിച്ചു കടന്നിട്ടുണ്ട്. മെയ് 18-ഓടെ ഈ കപ്പൽ ന്യൂമംഗളൂരു തുറമുഖത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പലുകളുടെ എണ്ണം 13ആയി. ഇതിൽ 12 LPG ടാങ്കറുകളും ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറും ഉൾപ്പെടുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് എണ്ണക്കപ്പൽ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ടാങ്കർ MT സിമിയാണ് ഗുജറാത്തിലെ കാൻഡയിലുള്ള ദീൻദയാൽ തുറമുഖത്തെത്തിയിട്ടുള്ളത്. ഏകദേശം 20,000 ടൺ പാചകവാതകമാണ് കപ്പലിലുള്ളത്. ഖത്തറിലെ റാസ് ലഫാൻ ടെർമിനലിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണക്കപ്പൽ മെയ് 13-നാണ് ഹോർമൂസ് കടലിലേക്ക് കടന്നിരിക്കുന്നത്. യുക്രൈൻ, ഫിലിപ്പൈൻ രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗങ്ങളാണ് ഈ കപ്പലിൽ ജീവനക്കാരായിട്ടുള്ളത്. മറ്റൊരു കപ്പലായിട്ടുള്ള NV സൺഷൈൻ വ്യാഴാഴ്ച കടലിടുക്ക് മുറിച്ച് കടന്നിട്ടുണ്ട്. മെയ് 18-ഓടെ തന്നെ ഈ കപ്പൽ ന്യൂമംഗളൂരു തുറമുഖത്ത് എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സംഘർഷം രൂക്ഷമാകുന്നതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെ എണ്ണം 13 ആയിട്ടുണ്ട്. ഇതിൽ 12 LPG ടാങ്കറുകളും ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറും ഉൾപ്പെടുന്നുണ്ട്. ഇതോടുകൂടി രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.